ബി.ജെ.പി കേരളത്തിൽ അവരുടെ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുകയും തൃശ്ശൂരിൽ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി വിജയിക്കുകയും ലോക്സഭയിൽ എത്തുകയും ചെയ്ത സാഹചര്യത്തിൽ അമിതമായ ആത്മവിശ്വാസത്തിൽ അവർ മുന്നോട്ട് പോവുകയാണ്. മാധ്യമങ്ങളിൽ അവർ പിടിക്കാൻ പോകുന്ന സീറ്റുകളിൽ അവർ പുലർത്താൻ പോകുന്ന തന്ത്രം, മികവ് ഒക്കെ നിരന്തരമായി ചർച്ച ചെയ്യുന്നു, വാർത്തകളിൽ ഇടം പിടിക്കുന്നു. ഈ സാഹചര്യത്തിൽ ബി.ജെ.പിയുടെ സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ നടന്ന ചില കാര്യങ്ങൾ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, എന്നാൽ ചിലർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇന്ന് മാതൃഭൂമിയിൽ ഉള്ളതാണ്. മനോരമ ഉൾപ്പെടെ ദീപിക ഉൾപ്പെടെ ആ വാർത്ത കാര്യമായി കൈകാര്യം ചെയ്തതായി നമ്മൾ കാണുകയില്ല. കാരണം അത് മതമേലധ്യക്ഷന്മാർക്കെതിരായ ബി.ജെ.പി നേതൃത്വത്തിൻ്റെ കടുത്ത തീരുമാനങ്ങളാണ്. മതമേലധ്യക്ഷന്മാർ തെരഞ്ഞെടുപ്പ് സമയത്ത് ബി.ജെ.പിയുടെ മുന്നോട്ട് പോക്കിന് ഒപ്പം നിന്നില്ല, സഹായിച്ചില്ല എന്നും അവർ മണിപ്പൂർ എന്ന് പറഞ്ഞു എന്നുമാണ് ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ വിമർശനം. മാത്രമല്ല, ബി.ജെ.പിയുടെ കേന്ദ്രമന്ത്രി കൂടിയായ ജോർജ് കുര്യൻ മതമേലധ്യക്ഷന്മാരുടെ അടുത്തേക്ക് പോകരുത് എന്നുള്ള അന്ത്യശാസനം കൂടി കൊടുത്തിരിക്കുകയാണ്. വിചിത്രമായ നിലപാടിലേക്കാണ് പ്രതികാര ബുദ്ധിയോടുകൂടി ബി.ജെ.പി നേതൃത്വം പോകുന്നത് എന്നാണ് മാതൃഭൂമി ഇന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക. സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചത് ക്രൈസ്തവ വോട്ട് കൊണ്ടാണ് എന്ന തെളിവ് സഹിതം നമ്മുടെ മുമ്പിൽ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ വിശ്വാസികളെ ആകർഷിക്കുകയാണ് വേണ്ടത്. മതമേലധ്യക്ഷന്മാരൊക്കെ വെറുതെ മണിപ്പൂരൊക്കെ പറഞ്ഞ് നമ്മളെ കുഴപ്പത്തിലാക്കും, അവരൊന്നും ശരിയല്ല എന്നുള്ള സമീപനം കൂടിയാണ് ബി.ജെ.പി പ്രഖ്യാപിക്കുന്നത്. തൃശ്ശൂരിൽ എടുത്ത തന്ത്രമാണ് സ്വീകരിക്കേണ്ടത്, അല്ലാതെ മതമേലധ്യക്ഷന്മാർ അവരെ അടുപ്പിക്കരുത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. അത് സംബന്ധിച്ച വാർത്ത ഞാൻ ആദ്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. കേന്ദ്രമന്ത്രി ജോർജ് കുര്യനോട് ബി.ജെ.പി മതമേലധ്യക്ഷന്മാരിലല്ല വിശ്വാസികളിൽ ശ്രദ്ധ ഊന്നണം, അധികാരത്തിലുള്ളപ്പോൾ മാലയുമായി വരുന്ന എല്ലാവരെയും വിശ്വസിക്കരുത് എന്നാണ് പറയുന്നത്. രതീഷ് രവിയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് കൊല്ലത്തുനിന്ന്. മതമേലധ്യക്ഷന്മാരിലല്ല ക്രൈസ്തവ വിശ്വാസികളിലാണ് ശ്രദ്ധയൂന്നേണ്ടത് എന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനോട് ബി.ജെ.പി. ജോർജ് കുര്യൻ ഇവരെയെല്ലാം നന്നായി പഠിച്ചിട്ടുള്ളയാളാണെന്നും പ്രത്യേകിച്ച് ഉപദേശിക്കേണ്ട കാര്യമില്ല എന്നും ബി.ജെ.പി സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞതായാണ് വാർത്ത. തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ പോലും മണിപ്പൂർ കലാപം ഓർമ്മിപ്പിച്ച് ചില ബിഷപ്പുമാർ ബി.ജെ.പിക്കെതിരെ വോട്ട് ചെയ്യണം എന്ന സന്ദേശം നൽകി. തൃശ്ശൂരിലെ വിശ്വാസികൾ ഇത് തള്ളിക്കളയുകയും ബി.ജെ.പിയെ കയ്യയച്ച് സഹായിക്കുകയും ചെയ്തു. പഠനത്തിനും ജോലിക്കുമായി യൂറോപ്യൻ രാജ്യങ്ങളിൽ താമസിക്കുന്ന ക്രൈസ്തവ വിഭാഗക്കാരുടെ രക്ഷിതാക്കൾ വ്യാപകമായി ബി.ജെ.പിക്ക് വോട്ട് ചെയ്തു എന്നാണ് വിലയിരുത്തൽ. എന്നാൽ ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിലെ പുരോഹിതരും വിശ്വാസികളും സഹായിച്ചില്ല. സഭയ്ക്ക് വേണ്ടി സമീപിക്കുന്നവരെ വിലയിരുത്തി പക്വമായ തീരുമാനമെടുക്കണം. ആവശ്യങ്ങളുമായി എത്തുന്ന സാധാരണ വിശ്വാസികളെ രണ്ടും കൈ നീട്ടി സ്വീകരിക്കണം, സുരേന്ദ്രൻ ജോർജ് കുര്യനോട് പറഞ്ഞു. മുൻ കേന്ദ്രമന്ത്രിമാരായ രാജീവ് ചന്ദ്രശേഖറും വി മുരളീധരനും കാര്യമായി സഹായിച്ചിട്ടും സഭാ നേതൃത്വത്തിൽ നിന്ന് എതിർ പ്രചാരണമാണ് ഉണ്ടായത്. ആറ്റിങ്ങലിലെ 5 തെങ്ങു ഭാഗത്ത് ലഭിച്ച വോട്ടിൻ്റെ കണക്ക് യോഗത്തിൽ പരാമർശിക്കപ്പെട്ടു. അധികാരത്തിലുള്ളപ്പോൾ ബൊക്കയും മാലയുമായി വരുന്ന എല്ലാവരെയും വിശ്വസിക്കരുത് എന്ന് പരാമർശമുണ്ടായി. ബി.ജെ.പി സ്ഥാനാർത്ഥിക്ക് ന്യൂനപക്ഷ വിഭാഗക്കാരായ സ്ത്രീകളടക്കം വലിയ സ്വീകരണം നൽകിയ പൊന്നാനിയിലെ ഒരു ബൂത്തിൽ 0 വോട്ടാണ് ലഭിച്ചത് എന്നൊരു ഭാരവാഹി പറഞ്ഞു. തൃശ്ശൂർ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തന മാതൃക ഗുണം ചെയ്തു എന്ന് യോഗം വിലയിരുത്തി. 1000 ബൂത്തുകളിൽ ഒന്നാമതെത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിച്ചപ്പോൾ 600-ലേറെ ബൂത്തുകളിൽ ഒന്നാമതെത്തുകയും 400 ബൂത്തുകളിൽ രണ്ടാമതെത്തുകയും ചെയ്തു. ഈ മാതൃകയിൽ പ്രവർത്തിച്ചാൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വലിയ നേട്ടമുണ്ടാക്കാനാകുമെന്നാണ് ബി.ജെ.പിയുടെ വിലയിരുത്തൽ. ഈ വാർത്ത വായിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലായ 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഗുജറാത്തിലൊക്കെ നമ്മൾ പണ്ട് വാർത്ത കേട്ടിട്ടുണ്ട്, ഇങ്ങനെ അവിടുത്തെ ന്യൂനപക്ഷ മേഖലയിൽ പോയി വോട്ട് ചോദിക്കുന്നത് ഒരു പ്രത്യേക ശൈലിയിലാണ് എന്ന്. അതായത്, ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ കട്ടപ്പോയാവും ജീവിതം, വോട്ട് ചെയ്തോളണം, ഇല്ലെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞ് തോറ്റിട്ട് വോട്ട് കിട്ടിയില്ല എന്ന്, നിങ്ങളുടെ ബൂത്തിൽ നിന്ന് വോട്ട് കിട്ടിയില്ല എന്ന് മനസ്സിലാക്കി ഞങ്ങൾ വരും, അതുകൊണ്ട് തീരുമാനമാവും എന്ന് പറഞ്ഞ് ബി.ജെ.പി നേതാക്കൾ വോട്ട് ചോദിക്കും. ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ആളുകൾ അവിടെ ചില പ്രത്യേക അടവുകളൊക്കെ പയറ്റിപ്പോകും. വോട്ട് കുറഞ്ഞാൽ, ബി.ജെ.പി സ്ഥാനാർത്ഥി തോറ്റാൽ അവിടെ പ്രതികാര നടപടി ഉണ്ടാകും, JCB വരും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നാണ് നമ്മൾ വിചാരിച്ചത്. എന്നാൽ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ മണിപ്പൂരിൽ വംശീയ വേട്ടയ്ക്ക് ഇരയായ ആളുകളുടെ കഥ കേരളത്തിൽ വന്ന് പറഞ്ഞതിന് പ്രതികാര നടപടി സ്വീകരിക്കുന്ന മട്ടിലാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ നേതൃത്വത്തിൻ്റെ സമീപനം. അത് ജോർജ് കുര്യനോട് അന്ത്യശാസനമായി പറയുകയും ചെയ്തു എന്നാണ് മാതൃഭൂമി വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ ഇത്തരത്തിൽ മണിപ്പൂർ എന്ന് ആരെങ്കിലും എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഒന്നും അടുപ്പിക്കരുത് എന്നാണ് ഈ പറഞ്ഞ വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മൾ പറഞ്ഞല്ല, മാതൃഭൂമിയിലെ വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്.
പോകുന്നത്. അതുകൊണ്ട് ഇത്തരമൊരു സാഹചര്യം BJP നേതൃത്വത്തിൻ്റെ നിലപാടിൻ്റെ തുടർച്ചയായി ഉണ്ട് എന്നുള്ളതാണ് ഒന്നാമത്. രണ്ടാമത്തേത്, ലത്തീൻ കത്തോലിക്ക സഭയുടെ ഭാഗമായിട്ടുള്ള വിശ്വാസികളാരും സഹായിച്ചില്ല എന്നാണ് പറയുന്നത്. അതായത് ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിലെ പുരോഹിതരും വിശ്വാസികളും സഹായിച്ചില്ല. അവരുടെ പുരോഹിതരോട് മാത്രമല്ല വിശ്വാസികളോട് നമ്മൾ കടുത്ത നടപടി സ്വീകരിക്കണമെന്നാണ് പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് വോട്ട് ചെയ്യാത്ത ആളുകളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള പദ്ധതികളിലാണ് BJP. എനിക്കൊന്ന് മലയാളത്തിലെ ചാനലുകൾക്കൊക്കെ ഇനി മറ്റൊരു വാർത്ത കൊടുക്കാവുന്നതാണ്. ഈ ചാണക്യതന്ത്രം എന്നൊക്കെ പറയുന്ന പോലെ വോട്ട് ചെയ്യാത്ത ആളുകളെ അടുപ്പിക്കാൻ BJPയുടെ നയതന്ത്രം എന്ന് ഒരു വാർത്ത തലക്കെട്ട് കൊടുത്ത് കെ സുരേന്ദ്രൻ്റെയോ സുരേഷ് ഗോപിയുടെയൊക്കെ വളരെ മഹനീയമായ തന്ത്രം എന്ന് പറഞ്ഞ ആളുകളെ പേടിപ്പിക്കുന്ന ഈ പരിപാടിനെ വളരെ വെള്ളപൂശിക്കൊണ്ട് വാർത്ത കൊടുക്കാവുന്നൊരു സാഹചര്യം കൂടി നിലവിലുണ്ട്. എന്തായാലും ഈ വാർത്ത മറ്റെവിടെയും നമ്മൾ കണ്ടിട്ടില്ല, കാണാൻ സാധ്യതയുമില്ല. ഇങ്ങനെയൊരു സാഹചര്യമുണ്ട്. ഒന്ന് മതമേലധ്യക്ഷന്മാരെ, രണ്ട് ക്രൈസ്തവ നേതൃത്വത്തെ, മൂന്നാമത് വോട്ട് കുറഞ്ഞ ന്യൂനപക്ഷ മേഖലയിലെ ബൂത്തുകൾ എടുത്തുകൊണ്ടുള്ള കൈകാര്യ കർത്തൃത്വമാണ്. അതുകൊണ്ട് അവിടുത്തെ ആളുകളോട് നിങ്ങൾ സാധാരണ നമ്മൾ കേൾക്കുക എന്താ, പ്രതിപക്ഷം അല്ലെങ്കിൽ നമുക്കെതിരെ വോട്ട് ചെയ്ത ആളുകൾ അല്ലെങ്കിൽ നമുക്ക് വോട്ട് ചെയ്യാത്ത ആളുകളെ പരിഗണിക്കുക എന്നാണ്. ഇതങ്ങനെയല്ല, അങ്ങനത്തെ ആളുകളൊന്നും സ്വീകരിക്കേണ്ട എന്നാണ് BJP പറയുന്നത്. ജോർജ് കുര്യനോട് ആ ഏരിയയിലേക്ക് അടുത്ത് പോരുത്, അവരൊക്കെ അടുത്ത് വരും, അവരോടൊന്നും പോണ്ട എന്നാണ്. ഇനി ഭാവിയിൽ അവരുടെ അടുത്ത് ED വരൂ എന്ന് മാത്രമാണ് നമുക്ക് ചോദിക്കാൻ തോന്നുന്ന ഒരു സംശയം ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകാൻ ഇടയുള്ളത് മാതൃഭൂമിയുടെ ഈ വാർത്ത വായിക്കുമ്പോൾ. എന്തായാലും ഈ 3 തീരുമാനങ്ങൾ BJP എടുത്ത് നടപ്പാക്കാൻ പോവുകയാണ്. അത് മലയാളത്തിലെ മാധ്യമങ്ങൾ ഓമനപ്പേരിട്ട് വിളിക്കാനും ചാൻസ് ഉണ്ട്. BJPയുടെ നയതന്ത്രം അല്ലെങ്കിൽ ചാണക്യ ബുദ്ധി എന്നൊക്കെ വിളിക്കാനും ചാൻസ് ഉണ്ട്. എല്ലാവരും സൂക്ഷിക്കുക, പ്രത്യേകിച്ചും ലത്തീൻ കാത്തോലിക്ക സമൂഹം സൂക്ഷിക്കുക. ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോകും എന്ന് നമുക്കറിയില്ല. അവർ തീരുമാനം എടുത്തിട്ടുണ്ട്. ജോർജ് കുര്യൻ ഇനിയിപ്പോൾ അധികം അങ്ങോട്ട് വരാനും ചാൻസ് ഇല്ല. അവരങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള തീരുമാനങ്ങളുടെ തുടർച്ചയായി എന്ത് നടക്കും എന്നുള്ളത് മാത്രമാണ് മാതൃഭൂമിയിലെ മതമേലധ്യക്ഷന്മാരിലല്ല വിശ്വാസികളിൽ ശ്രദ്ധയൂന്നണം എന്ന വളരെ മെല്ലെയുള്ള തലക്കെട്ടിൻ്റെ ഉള്ളിലുള്ള വാർത്ത നമ്മളോട് പറയുന്നത്. ബാക്കിയുള്ള സംഭവങ്ങൾ കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.